തൃശൂരിൽ നടന്ന കേരള ക്ഷേത്ര സംരക്ഷണ സമിതി 58ാമത് സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. 3 ദിവസമായി നടന്ന സമ്മേളനത്തിൽ വിവിധ കലാംശങ്ങളിലായി ആത്മീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ കാര്യകർത്താക്കൾക്ക് മാർഗനിർദ്ദേശം നൽകി. കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി 700ഓളം പ്രതിനിധികളാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായത്. ചേർപ്പ് CNN സ്കൂളിൽ 24-ാം തീയതി സംസ്ഥാന സമിതി യോഗത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. സമാപന ദിവസമായ ഇന്ന് ജില്ലാ റിപ്പോർട്ടുകൾക്ക് ശേഷം ഓരോ കാലാംശങ്ങളിലായി സീമ ജാഗരൺ മഞ്ച്, അഖില ഭാരതീയ രക്ഷാധികാരി എ ഗോപാലകൃഷ്ണൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തരപ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ തുടങ്ങിയവർ കാര്യകർത്താക്കൾക്ക് മാർഗനിർദ്ദേശം നൽകി. തുടർന്ന് ഹൈന്ദവ സമാജം വിവിധ മേഖലകളിൽ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ജനം TV മാനേജ്മെന്റ് അഡ്വൈസർ GK സുരേഷ് ബാബു സംസാരിച്ചു. ഹിന്ദു സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പോഴും ഉള്ള ജാതീയതയാണ്. ജാതിയുടെ മതിൽക്കെട്ടുകൾ ഉപയോഗിച്ച് ഹിന്ദു സമൂഹത്തെ തകർക്കാനാണ് എല്ലാവരുടെയും ശ്രമം. ശങ്കരാചാര്യരുടെ കാലത്ത് ശങ്കരാചാര്യർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ജാതീയത ആവശ്യമില്ല. എല്ലാവരിലും മുഴുവൻ ജനങ്ങളിലും സ്ഫുരിക്കുന്നത് ഒരേ ഈശ്വരാംശമാണെങ്കിൽ ശങ്കരാചാര്യരുടെ കാശിയിൽ ദർശനം നൽകിയ ചണ്ടാള വേഷത്തിലുള്ള മഹാപരമേശ്വരൻ അദ്ദേഹം ചോദിച്ചതാണ്, വഴിമാറാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചതാണ്, നശ്വരമായ ഈ ശരീരമാണോ അനശ്വരമായ എൻ്റെ ആത്മാവാണോ മാറി നിൽക്കേണ്ടതെന്ന്. സംഘടനാ സമ്മേളനത്തിനും ഭാരവാഹി പ്രഖ്യാപനത്തിനും ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടെ എ ഗോപാലകൃഷ്ണൻ സമാപന സന്ദേശം നൽകി. 700-ലധികം പ്രതിനിധികൾ പങ്കെടുത്ത സംസ്ഥാന സമ്മേളനത്തിന് തിരിതെളിയിച്ചത് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ തുടങ്ങി ആത്മീയ രംഗത്തെ പ്രമുഖർ സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു. ശബരിമല തീർത്ഥാടകരുടെ എണ്ണം യുക്തിരഹിതമായി നിയന്ത്രിക്കുക, തീർത്ഥാടകരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുക, തൃശൂർ പൂരം പോലെയുള്ള വിഖ്യാത ഉത്സവങ്ങൾ അലങ്കോലപ്പെടുത്തുക എന്നിങ്ങനെ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾക്കും ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങൾക്കുമെതിരെ നടത്തിവരുന്ന വെല്ലുവിളികളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്തു. ജനം, തൃശൂർ.